നമസ്കാരം. അച്ചടക്കത്തിന്റെ വടിയും പിടിച്ച് എംപിമാരെ പേടിപ്പിക്കാൻ ഇറങ്ങിയ കെ.സി. വേണുഗോപാലിനും സംഘത്തിനും കിട്ടിയത് 8ന്റെ പണിയാണ്. എംപിമാർ ആരും നിയമസഭയിലേക്ക് വരണ്ട എന്ന ഹൈക്കമാൻഡ് തിട്ടൂരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഏതാണ്ട് പഞ്ചറായ മട്ടാണ്. സീറ്റില്ലെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി, എന്നാൽ ശരി ഗുഡ് ബൈ എന്നും പറഞ്ഞ് സുധാകരൻ ഇറങ്ങി നടന്നപ്പോൾ ഡൽഹിയിലിരുന്ന നേതാക്കളുടെ ചങ്കിടിപ്പ് നിലച്ചുപോയി എന്ന് വേണം പറയാൻ. ഒടുവിൽ സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്തി അദ്ദേഹത്തെ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ മുൻ മേയർ ടി.ഒ. മോഹനനെ ഇറക്കി സുധാകരനെ ഒതുക്കാമെന്ന് കരുതിയവർക്ക് വലിയ തെറ്റാണ് പറ്റിയത്. കണ്ണൂരിലെ പൊട്ടാത്ത ബോംബ് പൊട്ടുമെന്നും കേരളം മൊത്തം അതിന്റെ പുകയടിക്കുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതോടെ ഹൈക്കമാൻഡ് ശരിക്കും പെട്ട അവസ്ഥയാണ്. സീറ്റ് നിഷേധിച്ചാൽ 15 സീറ്റുകളിൽ സ്വന്തം ആൾക്കാരെ നിർത്തി സമാന്തര പാർട്ടി ഉണ്ടാക്കുമെന്ന സുധാകരന്റെ ഭീഷണി കേട്ടപ്പോൾ ആന്റണിയും ചെന്നിത്തലയും ഒടുവിൽ ചെന്ന് കാലു പിടിക്കുന്ന അവസ്ഥയായി. തനിക്ക് തന്റെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി എന്ന ഒരൊറ്റ ഡയലോഗിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് കളി ഏതാണ്ട് ക്ലീൻ ഔട്ടായി. ലോക്സഭയിൽ എണ്ണം കുറയുമെന്ന് പേടിച്ച് എംപിമാരെ പിടിച്ചെടുത്തുവാൻ നോക്കിയ കെ.സി. വേണുഗോപാലിനും സംഘത്തിനും സുധാകരൻ നൽകിയ മറുപടി കൃത്യമായിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ലെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. അതായത് കണ്ണൂരിൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാവില്ലെന്ന കൃത്യമായ സൂചന. ഇതിൽ അപകടം മണത്തതോടെയാണ് മുതിർന്ന നേതാക്കൾ ഒത്തുതീർപ്പിനായി നെട്ടോട്ടമോടിയത്. കോന്നി സീറ്റ് ആവശ്യപ്പെട്ട എം.പി. അടൂർ പ്രകാശിനെ അച്ചടക്കം പറഞ്ഞ് ഓടിച്ചവർ സുധാകരന്റെ മുന്നിൽ മാത്രം കവാത്ത് മറക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പതിവ് പോലെ എ.കെ. ആന്റണി രംഗത്തിറങ്ങി സമാധാന വചനങ്ങൾ ഓതി നോക്കിയെങ്കിലും കണ്ണൂരിലെ കരുത്തന്റെ മുന്നിൽ അതൊന്നും ഏശിയില്ല. സുധാകരൻ ജീവൻ പണയം വെച്ച് പോരാടിയ ആളാണ്. അദ്ദേഹം പാർട്ടി തീരുമാനം അനുസരിക്കണം എന്ന് ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിയെങ്കിലും സുധാകരന്റെ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു. CPM-ൽ നിന്ന് വിസ്മയങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുന്ന വി.ഡി. സതീശൻ സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ വിസ്മയത്തെ എങ്ങനെ മെരുക്കുമെന്ന് ആലോചിച്ച് തലകുപോയിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അച്ചടക്കം സുധാകരന്റെ വീടിന്റെ പടിവാതിൽക്ക് എത്തിയപ്പോൾ അവസാനിച്ചു. ലോക്സഭയിലെ എണ്ണത്തേക്കാൾ വലുത് സുധാകരന്റെ പിണക്കമാണെന്ന് ബോധ്യമായതോടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറന്നു. എംപിമാർ മത്സരിക്കേണ്ടെന്ന നയം സുധാകരന് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ: അപ്പോൾ ബാക്കിയുള്ളവർക്ക് മാത്രം ബാധകമായ ഒന്നാണോ ഈ അച്ചടക്കം എന്നത്? എന്തായാലും സുധാകരൻ കൊളുത്തിയ തീയിൽ കോൺഗ്രസ് നേതൃത്വം ഒന്നായി വെന്തുരുകുന്നുണ്ട്. ഇനി അന്തിമ പട്ടിക വരുമ്പോൾ സുധാകരൻ കണ്ണൂരിലെ സുൽത്താനായി വാഴുമോ എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.